നല്ല ടേസ്റ്റി ആയിട്ട് അതും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ചട്നിയുടെ റെസിപ്പിയാണിത്. ദോശയ്ക്കും ഇഡ്ഡലിക്കും മസാല ദോശയ്ക്കുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നി റെസിപ്പി നമുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കുക്കുംബറാണ്. അത്യാവശ്യം വലിയ കുക്കുംബർ തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് തൈര്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളകാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്തിട്ടുള്ള തൈരാണിത്. തൈരിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ചട്നി തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കേണ്ടതില്ല കേട്ടോ. ഇനി നമുക്ക് ഈ കുക്കുംബറിൻ്റെ തൊലി കളയാതെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ മുറിച്ചെടുക്കണം. കുക്കുംബർ നമ്മുടെ ഷുഗർ കുറയ്ക്കാനായിട്ടും സഹായിക്കും. അതേപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒന്നാണിത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പച്ചമുളക് വറുത്ത് കോരിയെടുക്കാം. നമ്മൾ സാധാരണ പച്ചയായിട്ടാണ് മുളക് നമ്മൾ ചേർക്കാറുള്ളത്. എന്നാൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 പച്ചമുളക് 2ആയി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ നമുക്ക് പച്ചമുളക് വറുത്ത് കോരി മാറ്റാം. ചട്നി നമുക്ക് പല തരത്തിലും ഉണ്ടാക്കാം. എങ്കിൽ ഈ ഒരു ചട്നി വളരെ ഹെൽത്തിയാണ്. അപ്പോൾ പച്ചമുളക് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുക്കുംബർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വറുത്തെടുത്തിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ തേങ്ങ ചിരകിയതും ചേർക്കാം. പിന്നെ നമുക്ക് ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണോളം തൈരാണ് ചേർക്കുന്നത്. ഇത് ഉപ്പ് ചേർത്തിട്ടുള്ള തൈരാണ്, അതുകൊണ്ട് ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം കടുക് ചേർക്കാം. എന്നിട്ട് കുറച്ച് ഉലുവ ചേർക്കാം. അതേപോലെ തന്നെ ചെറിയ ജീരകം ചേർക്കാം. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ടും. ദോശയ്ക്കും ഇഡ്ഡലിക്കും അതേപോലെ തന്നെ മസാല ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണിത്. ഈ ഒരു റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.